ഹലോ ഫ്രണ്ട്സ്, ലെജസ് പി സി ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ എൻ്റെ പഠന വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. കണ്ണൂർ, കൊല്ലം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് എല്ലാവരും നെട്ടിത്തെറിച്ചിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. ഞാനും അത്യാവശ്യം ഞാൻ ഇത്ര ടഫാകും എന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ട്രിവാൻഡ്രത്തെ അത്യാവശ്യം കുഴപ്പം ഒരു ആവറേജ് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കാം ഇനി വരാൻ പോകുന്നതും എന്നാണ്. പക്ഷേ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ തലയിൽ ഒരു ഇടുത്തി വീഴുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ ആകെ കിളിപോയി. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് മാർക്ക് നേടാൻ സാധിക്കുന്നതാണ്. എങ്കിൽ പോലും അത്യാവശ്യം എന്നല്ല, നല്ല ടഫ് തന്നെ ആയിരുന്നു. ഇത്രയ്ക്കും ടഫായിട്ട് ഒരു മാത്സ് എന്നൊക്കെ എന്താണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ലാത്തൊരവസ്ഥയാണ്. മാത്സ് എന്ന് ഒക്കെയാണ് ചോദിക്കും, പക്ഷേ സിലബസ് വളരെ വൈഡാണ്. 20 ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്നിട്ട് പോലും അവർ ഒരു ചാപ്റ്ററിന് തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നു. അപ്പോൾ പൊതുവേ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള ഒരു ഭാഗമാണെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ സമയം ചെലവഴിക്കാതെ ആ ഒരു ചാപ്റ്റർ വിട്ടിട്ട് മറ്റു ഭാഗങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെയൊക്കെ പോയി പഠിക്കാറുണ്ട്, മാത്സ് ഒക്കെ ആണെങ്കിൽ തന്നെ. അപ്പോൾ ഈ ഒരു ജാമതീയ ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ അത് വിട്ടിട്ട് പോയാൽ അത് നോക്കാതെ മറ്റു കാര്യങ്ങൾ നോക്കിപ്പോയി ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും മാർക്ക് പോയിട്ടുണ്ടാവും. പിന്നെ പഠിച്ചവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് താനും. പക്ഷേ എന്തായാലും അതൊരു വലിയ അടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള പരീക്ഷകളിൽ ഒട്ടും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന്. കാര്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും, അതായത് ട്രിവാൻഡ്രത്തെ അപേക്ഷിച്ച് ഇത് വളരെ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ ഇപ്പോൾ 3ാമത്തെ സ്റ്റേജാണ് നടക്കാൻ പോകുന്നത്. അവരെങ്ങനെയൊക്കെ പഠിക്കണമെന്ന് പലരും കമന്റായി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു സമയത്ത് ടെൻഷനാണ് എങ്ങനെ ഇനി മുന്നോട്ട് പഠിക്കും എന്നത്. ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം 2021 PSC നമ്മളെ ആകെ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഫുൾ പാറ്റേൺ മാറ്റിക്കൊണ്ട് പുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അതുപോലെ തന്നെ SCRT ഒക്കെ കൊണ്ടുവന്നു. അപ്പോഴും ആരും പതറിയില്ല. അത്യാവശ്യം നല്ലപോലെ തന്നെ സ്കോർ ചെയ്തിട്ട് ആ ഒരു സമയത്തും ജോലിക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി, പിന്നീട് ജോലിക്ക് കയറി ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത്ര ടഫാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല, കുറച്ച് കട്ട് ഓഫ് കുറയും. എന്തായാലും കട്ട് ഓഫ് ഒരു ആവറേജ് തന്നെ ആയിരിക്കും. അത്രയും സിമ്പിളായ എക്സാം, നല്ല സിമ്പിളായ കട്ട് ഓഫ് ഉയരും. അപ്പോൾ എക്സാം നല്ല ടഫ് ആകുമ്പോൾ കട്ട് ഓഫ് അതിനനുസരിച്ച് തന്നെ ആയിരിക്കും. പിന്നെ എല്ലാവർക്കും ഇത് ടഫ് തന്നെയാണ്, നിങ്ങൾക്ക് മാത്രമല്ല. അപ്പോൾ ഒരാൾ വിചാരിക്കും എനിക്ക് നല്ല ടഫായിരുന്നു, എനിക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല, നെഗറ്റീവ് ഒരുപാട് വന്നു, അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് സാഡായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ്. പഠിച്ചതൊന്നും ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു എക്സാമിനോട് അനുബന്ധിച്ചിട്ട് നമ്മളങ്ങനെ സാഡായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്ത ശേഷം വീണ്ടും അടുത്ത എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ഫ്ലോ നഷ്ടപ്പെടാതെ തന്നെ. ഇപ്പം നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ എങ്ങനെയൊക്കെയാണ് പാറ്റേൺ, എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇനിയും എലിമിനേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ PYQ നന്നായി നോക്കുക. അപ്പോൾ നമ്മൾ പണ്ട് 2021 SCRT ആണെന്ന് വിചാരിച്ച് എല്ലാവരും SCRT പഠിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് മെല്ലെ PSC SCRT നിന്നും NCRT നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ SCRTയും NCRTയും മിക്സ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ റാങ്ക് ഫയലും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ വാങ്ങി അത് റെഫർ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതാ PSC വീണ്ടും എവിടെ നിന്നൊക്കെയാണ് സോഴ്സ് ഒക്കെ കണ്ടെത്തണം. ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ഒരു എത്തും പിടിയുമില്ല. വളരെ മൈന്യൂട്ടായ പോയിന്റ്, ടെസ്റ്റിലെ മൈന്യൂട്ടായ പോയിന്റ്സ് വരെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റൊക്കെ അരിച്ചു പെറുക്കി വായിച്ച് പഠിച്ചു പോയവർക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെയും ഈ മാത്സിന്റെ കാര്യം തന്നെയാണ്. മാത്സും ഇംഗ്ലീഷും മലയാളവും നന്നായി പഠിച്ചാൽ ഒരു എക്സാം നല്ലപോലെ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ പഠിച്ചവർക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഉണ്ടായ കാര്യം, മാത്സിന്റെ കാര്യം, അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ് 20 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആകെ കുറച്ച് കറന്റ് അഫയേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. അതും വളരെ അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ആ ഒരു എക്സാമിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു മോശമായ ഒരു കാര്യമായിരുന്നു. അതിലും ഒരുപാട് പേര് പരാതിയും സങ്കടവും ഒക്കെ പറയുന്നത് കേട്ടു. പിന്നെ PSC കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് അത്രയ്ക്കും ആൾക്കാരെ മതി. ഒരുപാട് ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണല്ലോ. അപ്പോൾ 10,000-80,000 കുട്ടികൾ എഴുതുമ്പോൾ അതിൽ നിന്നും 1,000-900 കുട്ടികളെ മാത്രം അവർക്ക് മതി. അപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസും ഇടണം എന്നത് അവരുടെയും ഒരു അവരുടെ ഒരു ആവശ്യമായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പേപ്പർ ടഫായെന്ന് വിചാരിച്ച് അടുത്ത പേപ്പർ അങ്ങനെ ടഫാകണം എന്നില്ല. അതുപോലെ തന്നെ ഒരു ആവറേജ് ആവാം എന്നായിരിക്കും എൻ്റെയും ഒരു വിശ്വാസം. പിന്നെ നല്ലപോലെ തന്നെ അനലൈസ് ചെയ്തിട്ട് പോവുക. ട്രിവാൻഡ്രത്തെ ആയാലും ഈ അടുത്ത് നടന്നിട്ടുള്ള എക്സാമിലെ GK പാർട്സ് ഒക്കെ നല്ലപോലെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇനിയുള്ള എക്സാമിന് പഠിക്കാൻ തയ്യാറാവുക. നല്ല കോൺഫിഡൻറ്റോടുകൂടി തന്നെ എക്സാം ഹാളിലേക്ക് കയറാൻ ശ്രമിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കിളി പറന്നു പോകരുത്. അതുപോലെ തന്നെ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് വാരി കൂട്ടാൻ നിൽക്കരുത്. അറിയാത്തതാണെങ്കിലും തീർച്ചയായും പൂർണ്ണമായും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കുക. അല്ലാത്തത് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് ആ ഒരു സമയത്ത് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് എന്നറിയാം. എന്നാലും
ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. അത് ഓർക്കുക. അവസാന നിമിഷത്തെ കറക്കി കുത്തലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പഠിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ്. ആ ഒരു ടൈമിൽ ഞാൻ ജോഗ്രഫിയാണ് നോക്കിയത്. അതിലാണെങ്കിൽ ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഭാഗമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ വായിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, ഇത് യൂട്യൂബ് നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്, വീഡിയോ കണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ്. അങ്ങനെ ഞാൻ ഏതാണ് നോക്കാറുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പോപ്പുലർ ആയിട്ടുള്ള 2-3 വരും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് ഇരുന്ന് കാണും. അങ്ങനെയാണ് ജോഗ്രഫിയൊക്കെ യൂട്യൂബ് ക്ലാസ് കാണാറുള്ളത്. അപ്പോൾ ഞാൻ പണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതിൽ നല്ല നല്ല ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കണ്ടു നോക്കാം. ഞാനങ്ങനെ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നദികളായാലും അങ്ങനെ പർവ്വതങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരച്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് സാറ്. അതുകൊണ്ട് പെട്ടെന്ന് അത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഓർമ്മയിൽ നിലനിർത്താനും കണ്ടുപഠിക്കുകയല്ലേ, അപ്പോൾ ഓർമ്മയിൽ നിലനിർത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു ചാനലിൽ എടുത്ത് പറഞ്ഞത്. അതുപോലെ ഒത്തിരി ചാനൽസൊക്കെ ഉണ്ട്, പക്ഷെ അവരിപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വായനയൊക്കെ നിർത്തി അത് കഴിഞ്ഞിട്ട് ഫോണിലെ വീഡിയോ ഒക്കെ കണ്ട് പഠിച്ചു. അതുപോലെ തന്നെ വൈകിട്ട് പിന്നെ കുറച്ച് നേരം മാത്സ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.